കോട്ടയം വൈക്കത്തെ റേഷൻ കടകളിലെ അരിയിൽ പുഴുക്കളെ കണ്ടെത്തിയതിൽ പ്രതിഷേധം. പുഴുവരിച്ച അരിയുമായി സപ്ലൈകോ ഓഫീസിന് മുന്നിൽ കാർഡുടമയുടെ പ്രതിഷേധം. പുഴുവരിച്ച 20 കിലോ റേഷനരി സപ്ലൈകോ ഓഫീസിന്റെ കവാടത്തിൽ ഉപേക്ഷിച്ച് മടങ്ങി. രാജ്യത്ത് പാവപ്പെട്ടവന് സൗജന്യം കൊടുക്കുക എന്ന് പറയുന്നത് ഗവൺമെൻറ്. പാവപ്പെട്ടവന് ഇതിനേക്കാൾ നല്ലത് അവൻ റേഷൻ കട വഴി കുറുലാൻ മേടിച്ച് വിതരണം ചെയ്യുക നല്ലത്. കാരണം ഇത്രയും മോശമായ അരി വൈക്കം താലൂക്കിലെ മുഴുവൻ റേഷൻ കട വഴി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായി മന്ത്രി ഇടപെട്ട് ഇതിന് നടപടി സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം ഇതൊരു ചെറിയ സമരമായി ആരും കണക്കൂട്ടണ്ട. ആദിത്യൻ ഓമനക്കുട്ടൻ ചേരുന്നു നമുക്കൊപ്പം. ആദി, ഇത് ഒരിടത്തെ സംഭവമല്ല, കാരണം റേഷൻ കടകൾ വഴി പുഴുവരിച്ച അരി കൊടുക്കുന്നു എന്നാണ്. അപ്പോൾ ആ ഭാഗത്തെ റേഷൻ കടകളിലെല്ലാം തന്നെ ലഭ്യമാക്കുന്ന അരി ഇത്തരത്തിലുള്ളതായിരിക്കണം. പ്രതിഷേധം അവസാനിപ്പിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? സപ്ലൈ ഓഫീസറുടെ നിലപാട് എന്താണ് ഈ ഒരു വിഷയത്തിൽ? സേതുലക്ഷ്മി, വ്യാപകമായി പരാതി ഉയർന്നിട്ടും നടപടിയെടുക്കുന്നില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരാതിക്കാരൻ കോടതിയെ വരെ സമീപിക്കുമെന്ന ഉച്ചത്തിലുള്ള പ്രതിഷേധം ഉന്നയിക്കുന്നത്. വൈക്കത്ത് റേഷൻ കടയിൽ നിന്ന് ലഭിച്ച പുഴുതെറിക്കുന്ന അരിയുമായി ഒരു ഗൃഹനാഥനാണ് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ സമരം ഉന്നയിച്ചത്. വൈക്കം ഉദയനാപുരം സ്വദേശി നേരെക്കടവ് വെള്ളാമ്പലത്ത് BS സന്തോഷാണ് നേരെക്കടവിലെ 8 നമ്പർ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ പുഴുനിറയ്ക്കുന്ന 20 കിലോഗ്രാമോളം കുത്തരിയുമായി സമരത്തിനിറങ്ങിയത്. കടയിൽ നിന്ന് താൻ വാങ്ങിയ 5 കിലോ പച്ചരിയിലെല്ലാം പുഴുക്കളുണ്ടെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആരോപണവുമായി രംഗത്തിറങ്ങിയത്. വൈക്കം താലൂക്കിലെ 171 റേഷൻ കടകളിൽ ഭൂരിഭാഗം കടകളിലും പുഴുക്കളും പുഴുക്കട്ടയുമാണെന്നുള്ള അരി ലഭിച്ചിരുന്നെന്നുള്ള വ്യാപകമായ അല്ലെങ്കിൽ ഗുരുതരമായ ഒരു ആരോപണമാണ് ഈ പരാതിക്കാരൻ ഉന്നയിക്കുന്നത്. സിവിൽ സപ്ലൈസിന് അരി നൽകുന്ന 2 ബില്ലുകൾ വിതരണം ചെയ്ത അരിയിലാണ് പുഴുക്കൾ ഉണ്ടായിരുന്നുവെന്ന് റേഷൻ വ്യാപാരികൾ കുറ്റപ്പെടുത്തുന്നുണ്ട്. കോട്ടയം ചിങ്ങവനത്തെ FCA ഗോഡൌണിലെ വൃത്തിഹീനമായ സാഹചര്യമാണ് ഗോഡൌണിൽ എത്തിക്കുന്ന അരിയിൽ പുഴുവും കീടങ്ങളും ഉണ്ടാക്കാൻ ഇടയാക്കുന്നതെന്ന് അധികൃതരുടെ ഭാഗത്തു നിന്ന് പ്രതികരണമുണ്ട്. 2 മാസമായി ഭക്ഷ്യയോഗ്യമല്ലാത്ത അരി വിതരണം ചെയ്ത സംഭവത്തിൽ പരാതി വ്യാപകമായിട്ടും സിവിൽ സപ്ലൈസ് മന്ത്രി നടപടി സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഗുരുതരമായ ഇത്തരത്തിലുള്ള ആരോപണം ഉണ്ടായിട്ടും അതിനെ കണക്കെടുക്കുന്നില്ല, അല്ലെങ്കിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് പരാതിക്കാർ പറയുന്നത്. വൈക്കം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PD ഉണ്ണി ഇതിൽ വ്യാപകമായ ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. സിവിൽ സപ്ലൈസ് അധികൃതരും സർക്കാരും ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചതായി കോൺഗ്രസ് പരാതിക്കാരെ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ ഗുരുതരമായ ഒരു ആരോപണമായതുകൊണ്ട് ഈ റേഷൻ അരിയിൽ പോലും വ്യാപകമായ പരാതി, റേഷൻ അരിയിൽ ഈ പുഴുക്കളെ കണ്ടെത്തി പുഴുക്കട്ടയെ കണ്ടെത്തുന്ന രീതിയിലുള്ള വ്യാപകമായ വിമർശനം ഉന്നയിച്ചിട്ടും അല്ലെങ്കിൽ ആരോപണവും പരാതിയും ഒക്കെ വന്നിട്ടും സർക്കാരും വകുപ്പും ഒക്കെ നടപടിയെടുക്കുന്ന സാഹചര്യത്തിൽ സമരത്തിനും അതേസമയം കോൺഗ്രസിന്റെ ഈ പരാതി കോൺഗ്രസ് ഏറ്റെടുക്കുകയും അവർ കോടതിയെ സമീപിക്കാൻ പോലും മുന്നിട്ടിറങ്ങുകയാണെന്നുള്ള വാർത്തയാണ് ലഭിക്കുന്നത്.